സ്വർഗത്തിൽ അങ്ങാടിയുണ്ടെന്നാണ്. സ്വർഗത്തിൽ മാർക്കറ്റുണ്ട് ഇൻഷാ അല്ലാഹ്. സ്വർഗത്തിൽ മാർക്കറ്റുണ്ട്. വെള്ളിയാഴ്ചയാണെന്നാണ്. എനിക്കറിയില്ല, അതുകൊണ്ട് വെള്ളിയാഴ്ച ഷോപ്പ് ചെയ്യൽ സുന്നത്താവോ എന്ന് എനിക്കറിയില്ല. വെള്ളിയാഴ്ചയാണ് സ്വർഗത്തിലെ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. സൂഖുൽ ജുമഅ ദുബൈയിലുണ്ടല്ലേ? സൂഖുൽ ജുമഅ ഒരു ഫ്രൈഡേ മാർക്കറ്റ് അബുദാബിയിലുണ്ടോ? ഫുജൈറയിലുണ്ട്. അത് സ്വർഗത്തിന്റെ ഒരു കൺസെപ്റ്റാണ്. സൂഖുൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസം അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു, വഖറജ മുസ്ലിം അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്ന ഫിൽ ജന്നതി ലസൂഖൻ, സ്വർഗ്ഗത്തിൽ ഒരു സൂഖുണ്ട്, ഒരു അങ്ങാടിയുണ്ട്. യഅ്തൂനഹ കുല്ല ജുമഅത്തിൻ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും സ്വർഗ്ഗവാസികൾ അവിടെ വരും. ഫതഹിബ്ബു റീഹു الشمال فتحثو في وجوههم وثيابهم المسك. ആ സമയത്ത് ഒരു ഷിമാൽ കാറ്റ്, വടക്ക് നിന്ന് വരുന്ന ഒരു കാറ്റ് അടിച്ചു വീശുകയും സ്വർഗത്തിലെ മണ്ണെന്ന് പറയുന്നത് കസ്തൂരിയാണ്. ആ കസ്തൂരി അവരുടെ മുഖത്തും അവരുടെ വസ്ത്രത്തിലും വീഴുകയും ചെയ്യും വെള്ളിയാഴ്ച ദിവസം. ഫയസ്ദാദൂന ഹുസ്നം വജമാല, അങ്ങനെ സ്വർഗവാസികൾക്ക് ഭംഗി വർദ്ധിക്കും, അവർക്ക് ഭംഗി വർദ്ധിക്കും, ഹുസ്നും ജമാലും അവർക്ക് വർദ്ധിക്കും. ഫയർജിഊന ഇല അഹ്ലിഹിം, അവരെ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ അവരുടെ വീട്ടുകാര് അവർക്ക് പോയതിനേക്കാളും ഗ്ലാമർ കൂടിയിട്ട് തിരിച്ചു വരുമ്പോ അവർ ചോദിക്കും, ഞങ്ങളോട് യാത്ര പറഞ്ഞ് പോയതിൽ പിന്നെ നിങ്ങൾക്ക് വലിയ ഭംഗിയും സൗന്ദര്യവും വർദ്ധിച്ചുവല്ലോ എന്ന് സ്വർഗവാസികളായ ആളുകളോട് അവരുടെ കുടുംബിനികൾ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഏറ്റവും വലിയ അത്ഭുതം. ആ സമയത്ത് ഇവര് വീട്ടുകാരോട് പറയും, ഞങ്ങൾ പോയതിൽ പിന്നെ നിങ്ങൾക്കും ഭംഗി വർദ്ധിച്ചുവല്ലോ. അങ്ങനെയാണ് ഓരോ ദിവസവും ഭംഗി സ്വർഗവാസികൾക്കും വാസിനികൾക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വർഗത്തിന്റെ അഹ്ലുകാരിൽ നിന്ന് ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇവിടെ സംശയം വരും, സ്വർഗത്തിലെ പെണ്ണുങ്ങളാണോ ഹൂറുലീങ്ങളാണോ ഉഷാറ്? ആർക്കാണ് അവിടെ സൗന്ദര്യവും ഭംഗിയും? ആർക്കാണ് അവരിൽ ഭർത്താക്കന്മാരായി ലഭിക്കുന്നത്? എന്താണ് അവിടുത്തെ അവസ്ഥ എന്നൊക്കെ സ്വാഭാവികമായൊരു സംശയം വരാനിടയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹയാണ് തങ്ങളോട് ചോദിച്ചത്. ഒരുപാട് ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിൽ ഉമ്മു സലമ ബിവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, നിസാഉദ് ദുനിയ അഫ്ളലു അം അൽ ഹൂറുൽ ഐൻ? ഹൂറുൽ ഐൻ ആണോ അതല്ല ദുനിയാവിലെ ഭാര്യമാരാണോ, പെണ്ണുങ്ങളായിരിക്കുമോ നബിയെ ഏറ്റവും നല്ലവർ, ഏറ്റവും ഭംഗിയുള്ളവർ, ഏറ്റവും ശ്രേഷ്ഠർ സ്വർഗത്തിൽ ആരായിരിക്കും നബിയെ? നമ്മളൊക്കെ മനസ്സിലാക്കിയത് ഹൂറുലീങ്ങളായിരിക്കും എന്നാണ് അല്ലേ? അല്ല, ഹൂറുലീങ്ങളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ബൽ നിസാഉദ് ദുനിയ അഫ്ളലു മിനൽ ഹൂറിൽ ഐനി കഫദ്ലി ളഹാറതി അലൽ ബിതാന. നിസാഉദ് ദുനിയ അഫ്ളലു മിനൽ ഹൂറിൽ ഐനി, ഹൂറുൽ ഐനുകളെക്കാളും ഏറ്റവും ശ്രേഷ്ഠത സ്വർഗവാസിനികളായ മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾക്കാണ്. യാ റസൂലല്ലാഹ്, വബിമ ദാലിക, എങ്ങനെയാണ് അങ്ങനെ അവർക്ക് ലഭിച്ചത്? ബിസ്വലാത്തിഹിന്ന, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങൾ നിസ്കരിച്ചവരല്ലോ. വസുയാമിഹിന്ന, അവർ നോമ്പ് നോറ്റവരായിരുന്നില്ലേ. വഇബാദത്തിഹിന്ന ലില്ലാഹി തആല, അവർ അല്ലാഹുവിന് ആരാധന കർമ്മങ്ങൾ ചെയ്തവരായിരുന്നുവല്ലോ. അൽബസല്ലാഹു വുജൂഹഹുന്ന നൂറ വഅജ്സാദഹുന്ന അൽഹരീറ, മുസ്ലിമത്തുകളായ സ്വർഗ
സ്വർഗവാസിനികളുടെ മുഖത്ത് അല്ലാഹു പ്രകാശം നൽകുകയും അവരുടെ ശരീരത്തിൽ അല്ലാഹു പട്ടിന്റെ ഉടയാടകൾ അടിയിക്കുകയും ചെയ്യും. ബീലുൽ അൽവാനി ഖുദരി സിയാബി, അവരുടെ നിറം വെളുത്തതാണ്, പച്ച നിറമുള്ള വസ്ത്രങ്ങളാണ്. അതുകൊണ്ട് ഈ പച്ച നിറത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. സ്വർഗവാസികളെ സംബന്ധിച്ച് പച്ച വീരാളി പട്ടുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സ്വർഗത്തിന്റെ വസ്ത്രങ്ങളിൽ പച്ച നിറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. യഖുൽന, ആ പെണ്ണുങ്ങൾ പറയും, നഹ്നുൽ ഖാലിദാതു ഫലാ നമൂതു അബദാ, ഞങ്ങളാണല്ലോ എന്നെന്നും മരിക്കാതെ ഇവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളാണ് ഞങ്ങൾ മരിക്കുകയില്ല. വനഹ്നുൻ നാഇമാതു ഫലാ നബഅസു അബദാ, ഞങ്ങൾ എപ്പോഴും സന്തോഷം തരുന്നവരാണ്, ഞങ്ങൾ ഇവിടെ ഒരു മുഷിപ്പുണ്ടാക്കുന്നവരല്ല. വനഹ്നുൽ മുഖീമാതു ഫലാ നദുഅനു അബദാ, ഞങ്ങൾ താമസിക്കുന്നവരാണ്, നിങ്ങൾ ഇട്ടേച്ച് യാത്ര പോവില്ല. അങ്ങനെ ഉണ്ടാവും. ഭർത്താവ് നാട്ടില്, പെണ്ണ് ഇവിടെ ജോലിക്ക് വന്നിട്ടുണ്ടാവും. ഭർത്താവ് നാട്ടിലാക്കിയിട്ട് ഭർത്താവിനെ ഉപേക്ഷിച്ച് ജോലിക്ക് പോവാൻ, അതൊക്കെ ഭർത്താവിന്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത സംഗതിയാണ്. നഹ്നുൽ മുഖീമാതു, ഞങ്ങൾ സ്ഥിരമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. ഫലാ നദുഅനു അബദാ, ഞങ്ങൾ യാത്ര പോവില്ല. വനഹ്നുർ റാദിയാതു ഫലാ നസ്ഖതു അബദാ, ഞങ്ങൾ നിങ്ങൾക്ക് എന്നും തൃപ്തി തരുന്നവരാണ്, ഞങ്ങൾ ഒരിക്കലും ദേഷ്യപ്പെടുകയില്ല. തൂബാ ലിമൻ കുന്നാ ലഹു വകാന ലനാ, ആർക്കാണോ ഞങ്ങളെ ഇണകളായി ലഭിക്കുന്നത് അവരുടെ ഭാഗ്യമേ, ഞങ്ങൾക്ക് ആരെയാണോ ഭർത്താക്കന്മാരായി ലഭിക്കുന്നത് ഞങ്ങളുടെ ഭാഗ്യമേ എന്ന് അവരെ വിളിച്ചു പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഉമ്മു സലമ ബീവി ഒരു ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്നൽ മർഅ, ഒരു പെണ്ണ്, തതസവ്വജു സൗജൈനി ഔ സലാസ ഔ അർബഅ, ഒരു പെണ്ണിന് ദുനിയാവിൽ 2 ഭർത്താക്കന്മാരോ 3 ഭർത്താക്കന്മാരോ ഉണ്ടായാൽ, ഒരുപക്ഷെ ആദ്യത്തെ ഭർത്താവ് മരിച്ചു, വേറെ ഒരാൾ കല്യാണം കഴിച്ചു, വേറൊരു ഭർത്താവ് അയാളും മരിച്ചു, വേറെ കല്യാണം കഴിച്ചു, അങ്ങനെ ഒന്നിലേറെ ഭർത്താക്കന്മാർ സ്വർഗത്തിൽ ഉണ്ടായാൽ, ആരായിരിക്കും നബിയെ അവളുടെ ഭർത്താവ്, ആർക്കായിരിക്കും അവളെ നൽകപ്പെടുക എന്ന് ഉമ്മു സലമ ബീവി റളിയല്ലാഹു തആല അൻഹ അതിന് മറുപടി കൊടുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, ഇന്നഹാ തുഖയ്യറു, അവൾക്ക് അല്ലാഹു തആല ചോയ്സ് കൊടുക്കും. ഫതഖ്താറു അഹ്സനഹും ഖുലുഖാ, അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ഭർത്താവ് ആരായിരുന്നോ അയാൾ അവൾ തെരഞ്ഞെടുക്കും. ഫതഖൂലു, അവൾ പറയും, ഐ റബ്ബി, എന്റെ റബ്ബേ, ഇന്ന ഹാദാ കാന അഹ്സനഹും മഈ ഖുലുഖൻ ഫീ ദാരി ദുനിയ ഫസവ്വിജ്നി, അല്ലാഹുവേ, ദുനിയാവിൽ ജീവിച്ച കാലത്ത് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടുകൂടെ വളരെ നല്ല മയത്തിൽ പെരുമാറിയ ആള് ഇയാളായിരുന്നു അല്ലാഹ്, അതുകൊണ്ട് ഈ ഭർത്താവിനെ എനിക്ക് നീ കല്യാണം കഴിച്ചു തരണം എന്ന് പെണ്ണ് അല്ലാഹുവിനോട് പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മ സലമ, അല്ലയോ ഉമ്മു സലമ, ദഹബ ഹുസ്നുൽ ഖുലുഖി ബിഖൈരി ദുനിയ വൽ ആഖിറ, ദുനിയാവിലെയും ആഖിറത്തിലെയും സർവ്വ നന്മയും സൽസ്വഭാവം കൊണ്ടുപോയി കഴിഞ്ഞു. എല്ലാ സൗഭാഗ്യവും സൽസ്വഭാവമുള്ളവർക്ക് അല്ലാഹു നൽകുകയാണ്. ഉമ്മു സലമ ദുനിയാവിൽ സൽസ്വഭാവിയായി ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും നന്മ കൊടുത്തു, ആഖിറത്തിലും നന്മ കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൽസ്വഭാവമുള്ളവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വഭാവം നന്നാവാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട്. തഅഫു അമ്മൻ ളലമക തുഅതി മൻ ഹറമക തസ്ലു മൻ ഖതഅക, നമ്മളോട് ആരൊക്കെയാണോ ബന്ധം വിച്ഛേദിക്കുന്നവർ അവരോട് ബന്ധം ചേർത്ത്, നമ്മളോട് ആരൊക്കെയാണോ പിണങ്ങിയത് അവരോട് മിണ്ടുക, നമുക്ക് ആരാണോ ഒന്നും തരാതെ നമുക്ക് നിഷേധിച്ചത് അവർക്ക് നമ്മൾ നൽകുക, ഇത് സൽസ്വഭാവമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൗ അന്ന ഇംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗലോകത്തെ ഏതെങ്കിലും ഒരു പെണ്ണ് അശ്റഖത്, അവൾ ദുനിയാവിലേക്കൊന്ന് എത്തി നോക്കിയാൽ, ലമലഅത്തിൽ അർള റീഹുൽ മിസ്കി, അവളുടെ കസ്തൂരിയുടെ സുഗന്ധം ഈ ഭൂമി ആകമാനം നിറയുമായിരുന്നു. വല അദ്ഹബത് ളൗ അശ്ശംസി വൽ ഖമർ, ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രഭ പോലും അവളുടെ മുഖത്തിന്റെ പ്രഭയിൽ മങ്ങിപ്പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗവാസികളായ ആളുകളിൽ, ആണുങ്ങളിൽ പെണ്ണുങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.